ഹായ് ഹലോ ഗായ്സ്. ഞാനേ കുറച്ചായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. രാത്രി ചെയ്യാൻ പറ്റുള്ള വീഡിയോ കാണുന്ന ഹെഡ്ലൈറ്റിനെ കുറിച്ചിട്ടാണ്. അതിന്റെ പിള്ളേർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി എനിക്ക് പറ്റില്ല. അപ്പൊ വീഡിയോ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ കാണുന്ന ഹെഡ്ലൈറ്റിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. നമ്മുടെ സ്വിഫ്റ്റ് കാറാണ്. അപ്പൊ ഹെഡ്ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് ഇവിടെ താഴത്തായിട്ട് വരുന്നുണ്ട്. ആ കാണിച്ചിരിക്കുന്നത് ഹൈബ്രിഡിന്റെ സ്വിച്ചാണ്. പിന്നെ ഇത് വന്നിരിക്കുന്നത് ഫോഗ് ലാമ്പിന്റെ സ്വിച്ചാണ്. ഫോഗ് ലാമ്പ് ഓണം നമുക്ക് എന്താ ഇവിടെ വരുന്നത് കേട്ടാ. 0 ലൈറ്റിന്റെ പോയിന്റ് മാറുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്താണെന്ന് സംശയമാണ്. എന്നാലും നമുക്ക് ആ ഒരു മേലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ ലെഫ്റ്റ് സൈഡിലെ ഹെഡ്ലൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ലെഫ്റ്റ് സൈഡിലെ ഹെഡ്ലൈറ്റ് കുറച്ചും കൂടി ലോങ്ങിലേക്ക് അടിക്കും. ഇവിടെ വരുന്നത് കേട്ടാ. 0 to 5 വരെ ഉണ്ട് സ്വിഫ്റ്റ് കാറിന്. അപ്പൊ ഇത് അഡ്ജസ്റ്റ്മെന്റ് 0 ആണ് ഏറ്റവും ലോങ്ങിലേക്ക് അടിക്കുന്നത്. അതായത് 1, പിന്നെ 2, 3, 4, 5 ആകുമ്പോ ഏറ്റവും കുറഞ്ഞ അളവിൽ ലൈറ്റ് അടിക്കും. ഇതാണ് സ്വിച്ച് ഇട്ടാ. നിങ്ങൾ എല്ലാവരുടെ വണ്ടിയിലുണ്ടാവും ഇതാണ്. പലർക്കും അറിയില്ല അത് എന്തായിട്ട് ഉപയോഗം എന്നറിയില്ല. ഇതിങ്ങനെ ഇതിങ്ങനെ തിരിക്കുമ്പോഴത്തേക്കൊരു ചെറിയ സൗണ്ട് കേൾക്കാം. അതിന്റെ മോട്ടർ വറക്കുന്നതിന്റെ. അപ്പൊ ഈ ഹെഡ്ലൈറ്റുകൾ നമ്മൾ നമ്മൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലെ ഹെഡ്ലൈറ്റിൽ നമ്മൾ ചെറിയ വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ഹെഡ്ലൈറ്റ് കുറച്ചുകൂടി ലോങ്ങിലേക്ക് കാണും. കാരണം നമുക്ക് റോഡിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള സൈൻ ബോർഡുകൾ അതുപോലെ എഡ്ജൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി കുറച്ചുകൂടി ലോങ്ങിലായിരിക്കും ലെഫ്റ്റ് സൈഡിൽ ലൈറ്റ് പോകുന്നത്. റൈറ്റ് സൈഡിലെ ലൈറ്റ് കുറച്ച് കുറവായിരിക്കും. ലെഫ്റ്റ് സൈഡിനെ അപേക്ഷിച്ച് കുറച്ച് കുറഞ്ഞ ദൂരത്തിലേക്ക് കാണുള്ളൂ. കാരണം നമ്മുടെ ഓപ്പോസിറ്റ് വന്ന വണ്ടിക്കാനായിട്ട് അവർക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡ് കുറച്ച് കുറവായിരിക്കും. ലൈറ്റിന്റെ ലെങ്ത് കുറവായിരിക്കും. അങ്ങനെയാണ് അതിന്റെ ഈ വണ്ടികളുടെ ഹെഡ്ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. ഈ സാധനം നമ്മുടെ ഇപ്പൊ ഇത് സ്വിഫ്റ്റ് കാണാൻ ഞാൻ പറഞ്ഞില്ല. ഇതിനകത്ത് അതൊരു മോട്ടോർ കൺട്രോളാണ് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. മോട്ടോറാണ് വർക്കുന്നത്. അപ്പൊ ആ സ്വിച്ച് നമ്മൾ 1, 2, 3, 4, 5 അങ്ങനെ മാറ്റുമ്പോഴത്തേക്കും നമ്മുടെ ഒരു മോട്ടറിന്റെ ആ വർക്ക് ചെയ്യേണ്ട ഒരു മൂളിച്ചേക്കാം. പഴയ മോഡൽ വണ്ടികൾക്ക് സ്പ്രിംഗ് ആക്ഷനിലാണ് വന്നതാണ് എൻ്റെ ഒരു അറിവ്. അത് കറക്റ്റ് അറിയില്ല, എന്നാലും സ്പ്രിംഗ് ആക്ഷൻ ആയിരിക്കും. ഒരു 800 ഞാൻ കണ്ടിട്ടുണ്ടാക്കുക. സ്പ്രിംഗ് ആക്ഷനിലാണ് 800 വന്നേക്കാം. എല്ലാ വണ്ടിയിലും അങ്ങനെ പറയാൻ പറ്റില്ല. പണ്ടത്തെ വണ്ടികളിലും ഇതിലും കൂടുതൽ ഫീച്ചേഴ്സ് ഒക്കെ പഴയ വണ്ടികളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഈ ലൈറ്റ് ഇപ്പൊ ഞാൻ ആ കാർമേൽ അടിക്കുന്നത് നിങ്ങൾ നോക്കിക്കോ. ലോങ്ങിൽ അടിക്കുന്നു, ലോങ് അടിച്ച് നിൽക്കുന്നു, അത് 0 ആണ്. പിന്നെ താഴ്ന്നു 1, 2, 3, 4, 5 എത്തിയപ്പോ കൂടുതൽ അടുത്ത് ഇങ്ങോട്ട് കണ്ട. അത് നമുക്ക് ആ വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവുള്ളത്. കറക്റ്റ് ആയിട്ടത് മനസ്സിലാവും. ശ്രദ്ധിച്ചു നോക്കണ്ട. ആ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഞാൻ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് ഒരു ഫീച്ചർ കൊടുത്തേക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ദൂരേക്ക് അടിച്ച് പോകാനല്ല, ദൂരേക്ക് അടിച്ച് പെട്ടെന്ന് മാക്സിമം ദൂരേക്ക് കൊടുത്ത് കാണാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ നമ്മൾ ഈ ഫീച്ചർ കൊടുത്തേക്കണത്. അത് നമ്മൾ വണ്ടിയിൽ ആളും ലഗേജും ഒക്കെ കയറുന്നതനുസരിച്ച് വണ്ടി ഒന്ന് ഉയരുമ്പോൾ നമ്മുടെ ഈ വെട്ടം നേരെ മുകളിലേക്കായിരിക്കും പോകുന്നത്. അത് ഓപ്പോസിറ്റ് വന്ന വണ്ടിക്കാരുടെ ബുദ്ധിമുട്ടാവും. നമ്മുടെ വെളിച്ചം മറ്റൊരാളുടെ ജീവിതത്തിൽ ഇരുട്ടാകരുത്. നമ്മൾ ഹൈ ബീമിൽ വണ്ടി ഓടിക്കുമ്പോഴേ ഓപ്പോസിറ്റ് വന്ന ആൾക്ക് ബുദ്ധിമുട്ടാണ് ആരും പറഞ്ഞില്ല. അത് അയാൾക്ക് നിയന്ത്രണം തെറ്റിപ്പോകും. കാരണം രാത്രി വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഓപ്പോസിറ്റ് വന്ന വണ്ടി ഹൈ ബീമിൽ ഇട്ടാ വരുന്നുണ്ടെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടാവും. വഴി കാണാൻ പറ്റില്ല. നമ്മൾ നിയന്ത്രണം തെറ്റി ചിലപ്പോൾ അകത്ത് പോയി ഇടിക്കും. ഒരു പെഡസ്ട്രിയൻ ആൾക്കാർ നടന്നു വരുന്നുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റില്ല. ഓപ്പോസിറ്റ് വന്ന് കാണാൻ പറ്റില്ല. വണ്ടി മുട്ടും. ചിലപ്പോൾ നമുക്കിടെ വന്ന് മുട്ടി നിൽക്കാൻ നേരത്തെ പറഞ്ഞല്ലേ, നമുക്കിടെ വന്ന് ഇടിക്കും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ലോ ബീമിൽ ഓടിക്കാൻ ശ്രമിക്കുക. അതുപോലെ വണ്ടിയിൽ ഇപ്പം പോലെ ആളും കാര്യങ്ങളൊക്കെ വണ്ടിയിലെ ഫുള്ള് ആളും ബാക്കിൽ ലഗേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ വണ്ടിയിൽ ഓടിക്കുന്നത് ഈ പറഞ്ഞ സെയിം ഹൈ ബീം ഓടിക്കുന്നതിന് തുല്യമാണ്. ലൈറ്റ് മുകളിലേക്കായി ഓടിക്കുന്നത്. നമ്മൾ അതനുസരിച്ച് വണ്ടിയുടെ വെയിറ്റ് അനുസരിച്ച് വണ്ടിയിൽ കയറിക്കുന്ന വെയിറ്റ് അനുസരിച്ച് നമ്മളത് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ 1, 2 ഒരു 4 ഇടണം. നമ്മൾ ഒരു 4 പേര് അല്ലെങ്കിൽ 5 പേരുണ്ടെങ്കിൽ 4 ഇടണം. ബാക്കിൽ ഡിക്കിൽ ലഗേജും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ 5 ഇടണം. അപ്പോഴായിരിക്കും കറക്റ്റ് വെട്ടം നമുക്ക് കിട്ടുന്നത്.
അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും സാധാരണ ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ സ്റ്റുഡൻസുമായിട്ട് പകലാണ് വീഡിയോ ആണ്. സ്റ്റുഡൻസിനെ കൊണ്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യിക്കുന്ന വീഡിയോ ആണ് എപ്പോഴും ഇടാറുള്ളത്. അത് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് എന്നോട് വീഡിയോ ആണെന്ന് എല്ലാവരും പറയാറുണ്ട്. കൊള്ളാം, നല്ല ഇൻഫർമേഷൻ ആണെന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ നമ്മൾ പഠിപ്പിക്കുന്ന രീതിയാണത്. അത് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ അത് വീഡിയോ ആയിട്ട് എടുത്ത് മറ്റുള്ളവർക്കും കൂടി കാണാൻ വേണ്ടി ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം പറയണം. അതുപോലെ തന്നെ ഈ ഫീച്ചറിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ടാകും, ചിലപ്പോൾ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം, എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, വീഡിയോ എല്ലാവരും കാണാറുണ്ട്, നന്ദി. പക്ഷേ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് തന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ സപ്പോർട്ടായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് കിട്ടുമ്പോഴേക്കും കൂടുതൽ ആൾക്കാരിലേക്ക് ആ വീഡിയോ യൂട്യൂബ് തന്നെ അതൊന്ന് പ്രൊമോട്ട് ചെയ്യും ലൈക്ക് അനുസരിച്ചിട്ട്. അപ്പോൾ ഈ വീഡിയോക്ക് ഞാനൊരു 500 ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മില്യണ ലക്ഷമൊന്നും ചോദിച്ചില്ല, വെറും 500 ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ആയിട്ടുണ്ടെന്ന് നോക്കണം. അപ്പോൾ അത്രയ്ക്ക് പറയാനുള്ളൂ. പിന്നെ ഈ വീഡിയോ ഹെഡ്ലൈറ്റിൻ്റെ വീഡിയോ രാത്രി തന്നെ ചെയ്യണമല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവരും സേഫായിട്ട് വണ്ടി ഓടിക്കുക. ഈ കാര്യങ്ങളൊക്കെ, വണ്ടിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക. പിന്നെ ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചോ ചോദിക്കാൻ എൻ്റെ നമ്പറൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു, ടാറ്റ.